യൂറോപ്യന്മാരുടെ ആഗമനം ഭാഗം 1. പോർച്ചുഗീസുകാർ. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തി. ആധുനിക ഇന്ത്യാ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനം. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികൾ. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം ആയിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. AD 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഇത് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിൽ യൂറോപ്യന്മാർക്ക് കടൽമാർഗം ഇന്ത്യയിലേക്കുള്ള ഒരു വാണിജ്യപാത കണ്ടെത്തുക ആവശ്യമായി വന്നു. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ ഡച്ചുകാർ. പോർച്ചുഗീസുകാർ. വാസ്കോഡ ഗാമയുടെ ആഗമനം. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്ന് 1497. ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യമാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ ഒന്നാമൻ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് 1498 മെയ് 20-ന്. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻ ഹോവ്. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ സെന്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമയെ ആദ്യ യാത്രയെ അനുഗമിച്ച കപ്പലുകൾ സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ. 1498 മെയ് 20-ന് കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായിനി ബീച്ചിലാണ് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത്. വാസ്കോഡ ഗാമ കോഴിക്കോട് നഗരത്തിന് അടുത്തുള്ള കോവിലകത്ത് ചെന്ന് സാമൂതിരിയെ സന്ദർശിച്ചെങ്കിലും അദ്ദേഹം കച്ചവടത്തോട് എതിർപ്പ് കാട്ടി. ഇതേ തുടർന്ന് 1498 ആഗസ്റ്റിൽ വാസ്കോഡ ഗാമയ്ക്ക് കോഴിക്കോട് വിടേണ്ടി വന്നു. യാത്രാമധ്യേ അദ്ദേഹം കോലത്തിരി രാജാവിൻ്റെ ക്ഷണം അനുസരിച്ച് കണ്ണൂരിലിറങ്ങി. അവിടെ നിന്ന് പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്തു. പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതിനെപ്പറ്റി കോലത്തിരി വാസ്കോഡ ഗാമയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. വാസ്കോഡ ഗാമ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിലെത്തി. വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60% ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. മാനുവൽ രാജാവ് വാസ്കോഡ ഗാമയ്ക്ക് ഡോം അതായത് പ്രഭു എന്ന പദവി നൽകി. മാനുവൽ രാജാവാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത്. വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം 1502. വാസ്കോഡ ഗാമ അവസാനമായി അതായത് മൂന്നാമതായി കേരളത്തിലെത്തിയ വർഷം 1524. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷം 1524. വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം 1524 ഡിസംബർ 24. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളി സെന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചി. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷം 1539. വാസ്കോഡ ഗാമയുടെ ഭൗതിക അവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ജെറോണിമസ് കത്തീഡ്രൽ, ലിസ്ബൺ. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവ. 1499 വാസ്കോഡ ഗാമ ലിസ്ബണിൽ എത്തിയ ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച പ്രതിനിധി അൽവാരിസ് കബ്രാൾ 1500 സാമൂതിരിയുമായി ധാരണയിലെത്തിയ അൽവാരിസ് കബ്രാളിൻ്റെ പ്രതിനിധി ഐറസ് കൊറിയ. എന്നാൽ കോഴിക്കോട്ടെ അറബികളുമായി ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് കബ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സംഘം കൊച്ചിയിലെത്തിയത് 1500 ഡിസംബർ 25-ന്. കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ കൊച്ചി രാജാവ് അവർക്ക് അനുവാദം നൽകുകയും ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. വാസ്കോഡ ഗാമയ്ക്കും കബ്രാലിനും ശേഷം ഇന്ത്യയിലെത്തിയ മൂന്നാമത്തെ പോർച്ചുഗീസ് പര്യടന സംഘത്തിന് നേതൃത്വം നൽകിയത് ജാവോ ഡാനോവ. കൊച്ചി കോഴിക്കോട് യുദ്ധം. കൊച്ചി രാജാവിനും പോർച്ചുഗീസുകാർക്കും തമ്മിൽ വളർന്നു വന്ന സൗഹൃദം കോഴിക്കോട് സാമൂതിരിയെ അസ്വസ്ഥനാക്കി.
എല്ലാ പോർച്ചുഗീസുകാരെയും കൊച്ചിയിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് സാമൂതിരി കൊച്ചി രാജാവിന് സന്ദേശം അയച്ചെങ്കിലും കൊച്ചി രാജാവ് അത് നിരസിച്ചു. തുടർന്ന് 1503 മാർച്ച് 1 കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങി. തുടർന്നുള്ള യുദ്ധത്തിൽ കൊച്ചിയിലെ 3 രാജാക്കന്മാർ മരണപ്പെട്ടു. യുദ്ധഭയത്തെ തുടർന്ന് കൊച്ചി രാജാവ് അഭയം തേടിയ ക്ഷേത്രം എളങ്ങുന്നപ്പുഴ ക്ഷേത്രം. ഇതേ കാലഘട്ടത്തിൽ കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് നാവിക വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഫ്രാൻസിസ്കോ അൽബുക്കർക്ക്. ഫ്രാൻസിസ്കോ അൽബുക്കർക്ക് കൊച്ചിയിലെത്തിയത് 1503 സെപ്റ്റംബർ. പോർച്ചുഗീസ് സൈന്യത്തിൻ്റെ വരവോടെ കോഴിക്കോട് സൈന്യം പിൻവാങ്ങി. പോർച്ചുഗീസ് സാമ്രാജ്യം. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് 1628. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഗോവ, ദാമൻ ആൻഡ് ദിയു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് 463 വർഷം, അതായത് 1498 മുതൽ 1961 വരെ. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് 1510. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാർ പോർച്ചുഗീസുകാർ. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം ബോംബെ ദ്വീപ്. കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം കാപ്പാട്. പോർച്ചുഗീസുകാർ കാലേക്കുറ്റ് എന്ന് വിളിച്ചിരുന്ന സ്ഥലം കോഴിക്കോട്. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ അന്റോണിയോ വാസലോ ഇ സിൽവ 1958 മുതൽ 1961 വരെയായിരുന്നു ഭരണകാലഘട്ടം. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചത് 1961 ഡിസംബർ 19. ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് VK കൃഷ്ണമേനോൻ. പെഡ്രോ അൽവാരസ് കബ്രാൾ. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. പെഡ്രോ അൽവാരസ് കബ്രാൾ ഇന്ത്യയിലെത്തിയ വർഷം 1500. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരസ് കബ്രാൾ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 നിയമിതനായി. ഇന്ത്യയിൽ നീലജല നയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡ. അഞ്ചി ദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അൽമേഡ കണ്ണൂർ കോട്ട, അതായത് സെൻറ്റ് ആഞ്ചലസ് കോട്ട നിർമ്മിച്ച വർഷം 1505. ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയ വർഷം 1509. അൽബുക്കർക്ക് ഭരണകാലഘട്ടം 1509 മുതൽ 1515 വരെ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തി അൽബുക്കർക്ക്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക് 1509 നിയമിതനായി. ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. കോഴിക്കോട് നഗരത്തെ ആക്രമിക്കാൻ ആരുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെയാണ് അൽബുക്കർക്ക് നിയോഗിച്ചത്? മാർഷൽ കുട്ടിൻഹോ. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട 1503 നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ അൽബുക്കർക്ക്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി അൽബുക്കർക്ക്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. അൽബുക്കർക്ക് അന്തരിച്ച വർഷം 1515 ഡിസംബർ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചി. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനം ഗോവ. 1513 പോർച്ചുഗീസുകാരും സാമുദ്രിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി കണ്ണൂർ സന്ധി. 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധി പൊന്നാനി സന്ധി. എന്താണ് കാർട്ടാസ് വ്യവസ്ഥ?
ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന ഒരു പാസ് ആണ് കാർട്ടസ് വ്യവസ്ഥ. ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യം കരം നൽകി കാർട്ടസ് അതായത് പാസ് സ്വന്തമാക്കണമായിരുന്നു. കാർട്ടസിൽ ഉൾപ്പെടുത്തിയിരുന്ന വിവരങ്ങൾ: 1. കപ്പലിൻ്റെ വലിപ്പം. 2. കപ്പിത്താൻ്റെയും ജീവനക്കാരുടെ വിവരങ്ങൾ. 3. ചരക്കിൻ്റെ വിവരങ്ങൾ. 4. എത്തിച്ചേരുന്ന തുറമുഖം. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് ഗോവയിലാണ്. കേരളത്തിൽ അച്ചടി നടപ്പാക്കിയത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലങ്ങൾ: കൊച്ചി, വൈപ്പിൻ. ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് പരിശീലനം നൽകാൻ പോർച്ചുഗീസുകാർ മതപഠനത്തിനുള്ള സെമിനാരികളും കലാശാലകളും സ്ഥാപിച്ചത് കൊച്ചി, കൊടുങ്ങല്ലൂർ, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ. പാശ്ചാത്യ പണ്ഡിതന്മാർ ഭാരതീയ വിഷയങ്ങളെ അധികരിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ആരംഭിക്കുന്നതും പോർച്ചുഗീസുകാരുടെ കാലത്താണ്. ഇന്ത്യയിലെ ഔഷധ ചെടികളെക്കുറിച്ച് ഗാർഷ്യ ഡ ഓർത്ത രചിച്ച ഗ്രന്ഥം ഈ വിഷയത്തിലുണ്ടായ ആദ്യകാല പഠനങ്ങളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ പോർച്ചുഗീസുകാർ സ്ഥാപിച്ചതെവിടെ? കൊച്ചിയിൽ. പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാർ. കേരളത്തിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചത് പോർച്ചുഗീസുകാർ. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, പേരയ്ക്ക, ആത്തിക്ക, വറ്റൽമുളക് തുടങ്ങിയവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം ഇന്ത്യയിൽ പ്രസിദ്ധപ്പെടുത്തി. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡ 1505. പോർച്ചുഗീസുകാർ പണിത പ്രധാന കോട്ടകൾ: പള്ളിപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചി, സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ, കോട്ടപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത് തൃശൂർ. 1555 കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം ഡച്ച് കൊട്ടാരം. ഡച്ച് കൊട്ടാരം അറിയപ്പെടുന്ന മറ്റൊരു പേര് മട്ടാഞ്ചേരി കൊട്ടാരം. തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് തങ്കശ്ശേരി, കൊല്ലം ജില്ലയിൽ. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലി ഗോതിക് ശൈലി. ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച പള്ളികൾ: 1. സെന്റ് ഫ്രാൻസിസ് പള്ളി സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. 2. ബോം ജീസസ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഗോവ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ട. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം 1503. മാനുവൽ കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ അൽബുക്കർക്ക്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി മാനുവൽ കോട്ട. മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റ് പേരുകൾ: 1. പള്ളിപ്പുറം കോട്ട. 2. വൈപ്പിൻ കോട്ട. 3. ആയക്കോട്ട. 4. അഴിക്കോട്ട. 5. കൊച്ചിൻ കോട്ട.